ഓപ്പറേഷൻ സിന്ദൂറിൽ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചെന്ന് സ്ഥിരീകരിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ബ്രഹ്മോസിന്റെ ശക്തി പാകിസ്ഥാൻ അംഗീകരിച്ചെന്നും കണ്ടത് ട്രെയിലർ മാത്രമാണെന്നും രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി. റാവൽപിണ്ടിയിലെ നൂർഖാൻ അടക്കം പാകിസ്ഥാനിലെ വ്യോമസേനാ താവളങ്ങൾ തകർത്തത് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ സ്ഥിരീകരണമുണ്ടായിരുന്നില്ല. ഇപ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുകയാണ്. ഇന്ത്യൻ നിർമ്മിത മിസൈലായ ബ്രഹ്മോസിന്റെ ശക്തി പാകിസ്ഥാൻ അംഗീകരിച്ചു. ബ്രഹ്മോസിലൂടെ പാകിസ്ഥാനിൽ രാത്രി സൂര്യൻ ഉദിച്ചെന്നും ഗുജറാത്തിലെ ഭുജിലെ വ്യോമസേനാ താവളത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ब्रह्मोस मिसाइल की ताकत को तो पाकिस्तान ने खुद स्वीकार कर लिया है. हमारे देश में एक कहावत काफी पुरानी है और वह है दिन में तारे दिखना. मगर भारत में बनी ब्रह्मोस मिसाइल ने पाकिस्तान को रात के अंधेरे में दिन का उजाला दिखा दिया है. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ പ്രതിരോധ മന്ത്രി ഇതുവരെ കണ്ടതെല്ലാം ട്രെയിലർ മാത്രമെന്നും വിശദീകരിച്ചു. ഉചിതമായ സമയമാകുമ്പോൾ മുഴുവൻ ചിത്രവും ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കും. പാകിസ്ഥാൻ ഇപ്പോൾ നിരീക്ഷണ കാലയളവിലാണ്. പെരുമാറ്റം മെച്ചപ്പെട്ടാൽ അംഗീകരിക്കുമെന്നും അല്ലാത്തപക്ഷം കനത്ത ശിക്ഷ നൽകുമെന്നും പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ്. साथियों, ऑपरेशन सिंदूर ने यह स्पष्ट संदेश दे दिया है कि हमने शांति के लिए जितना अपना दिल खोल कर रखा है, शांति को नष्ट करने वालों के विरुद्ध उतना ही अपना हाथ भी खोल कर रखा है. साथियों, एक और बात मैं यहां साफ कहना चाहूंगा कि ऑपरेशन सिंदूर अभी खत्म नहीं हुआ है. जो कुछ भी हुआ है वह सिर्फ एक ट्रेलर मात्र था. अब जब समय आएगा, जब भी सही समय आएगा, तो हम पूरी पिक्चर भी दुनिया को दिखाएंगे. ശ്രീനഗറിലെ വ്യോമസേനാ താവളത്തിൽ ഇന്നലെ സൈനികരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പ്രതിരോധ മന്ത്രി ഭുജിലെത്തിയത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഓപ്പറേഷൻ സിന്ദൂറിൽ സൈന്യത്തിന്റെ കരുത്തറിഞ്ഞതിന് പിന്നാലെ ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറെന്ന പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. എന്നാൽ ഭീകരവാദത്തെക്കുറിച്ച് മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്ന നിലപാടിലാണ് ഇന്ത്യ. പാകിസ്ഥാനെതിരായ നീക്കത്തിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ എംപിമാരും സർക്കാർ പ്രതിനിധികളും ഉൾപ്പെട്ട 8 സംഘങ്ങൾ വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തും. അതിനിടെ ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് സമീപം നിലയുറപ്പിച്ച ചൈനീസ് ചാരക്കപ്പൽ ഇന്ത്യ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു വരികയാണ്. വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷവും സിന്ധു നദീജല കരാറിലടക്കം ശക്തമായ നിലപാടുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നതിനിടെയാണ് പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പാക് പഞ്ചാബിലെ കമ്ര വ്യോമസേനാ താവളത്തിലെ സന്ദർശനത്തിനിടെയാണ് ഇന്ത്യയുമായി ചർച്ചയ്ക്ക് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സന്നദ്ധത അറിയിച്ചത്. സമാധാനത്തിനുള്ള വ്യവസ്ഥകളിൽ കശ്മീർ ഉൾപ്പെടുമെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കിയതാണ്. പാക് അധിനിവേശ കശ്മീർ, ഭീകരവാദം എന്നിവയിൽ മാത്രമായിരിക്കും ചർച്ചയെന്ന് മോദി പറഞ്ഞിരുന്നു. ഭീകരവാദത്തെക്കുറിച്ച് മാത്രമേ ചർച്ചയുള്ളൂവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അറിയിച്ചിട്ടുണ്ട്. ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ നിലപാടെടുക്കാതെ സിന്ധു നദീജല കരാറിൽ പുനരാലോചനയ്ക്കില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. The Indus Waters Treaty is held in abeyance and will be continued to be held in abeyance until cross-border terrorism by Pakistan is credibly and irrevocably stopped. നിലവിൽ DGMO തലത്തിലുള്ള ചർച്ച മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നിട്ടുള്ളത്. മെയ് 10 വെടിനിർത്തൽ ധാരണയിലെത്തിയതിനു ശേഷം മെയ് 12 മെയ് 14 DGMOമാർ ചർച്ച നടത്തിയിരുന്നു. അതിർത്തിയിൽ ആത്മവിശ്വാസം ഉയർത്താനുള്ള നടപടികൾ തുടരാനാണ് ചർച്ചകളിൽ ധാരണയായത്. ഞായറാഴ്ച വീണ്ടും ചർച്ച നടത്തുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യം ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല. പാകിസ്ഥാനെതിരായ നീക്കത്തിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇന്ത്യയുടെ നിർണായക നീക്കം തുടരുകയാണ്. എംപിമാരും സർക്കാർ പ്രതിനിധികളും ഉൾപ്പെട്ട 8 സംഘങ്ങൾ UK, US, UAE, ഖത്തർ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ മാസം 22 മുതലാണ് സന്ദർശനം. കോൺഗ്രസ് നേതാവ് ശശി തരൂരാണ് ഒരു സംഘത്തെ നയിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ സമുദ്രാതിർത്തിക്ക് സമീപം ചൈനീസ് ചാരക്കപ്പലിന്റെ സാന്നിധ്യം അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. ശ്രീലങ്കയുടെ തെക്ക് ഭാഗത്തായി നിലയുറപ്പിച്ച കപ്പൽ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.